നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 311th day. Today 11th sloka of 6th chapter. For details please see the description box. 411th day. Sorry. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം ഒരു ദിവസം ഒരു ശ്ലോകം 411 ദിവസം. ഇന്ന് 6ാമത്തെ അധ്യായത്തിലെ 11ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രദാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 6ാമത്തെ അധ്യായത്തിലെ 11ാമത്തെ ശ്ലോകം. ഏവം മാ കരണം തേഷാം കർത്തവ്യം വിനയേന ച ആഗന്തുകാനാം സർവേഷാം വാസസ്ഥാനാനി കൽപ്പയേത്. ഏവമാകാരണം തേഷാം കർത്തവ്യം വിനയേന ച ആഗന്തുകാനാം സർവേഷാം വാസസ്ഥാനാനി കൽപ്പയേത്. ഓം തത്സത്. ഇപ്രകാരം എല്ലാവരെയും വളരെ പ്രേമത്തോടും വിനയത്തോടും കൂടി വിളിച്ച് വരുത്തണം. വളരെ കർത്തവ്യമായിട്ടും വിനയത്തോടു കൂടിയിട്ടും സ്നേഹത്തോടു കൂടിയിട്ടും എല്ലാവരെയും വിളിച്ചു വരുത്തണം. ആഗന്തുകാനാം എല്ലാവരും വരുന്നതിനും മുൻപേ തന്നെ അവർക്കൊക്കെ വാസസ്ഥാനാനി താമസിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കണം. മുൻകൂട്ടി എല്ലാവരെയും ക്ഷണിച്ച് എല്ലാവരും വരുന്നതിനും മുൻകൂട്ടി തന്നെ വന്നവർക്കൊക്കെ താമസിക്കാനും ഭക്ഷണം കഴിക്കാനുമുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു വെക്കണം എന്നാണ് പറയുന്നത്. ഒരു സപ്താഹം നടത്തുമ്പോൾ എന്തൊക്കെ മുൻകരുതലുകൾ വേണം, എന്തൊക്കെ ചെയ്യണം എന്ന് സനകാദികൾ വിശദമായി പറഞ്ഞു തരികയാണ്. ആദ്യമായി ജ്യോത്സ്യരെ കാണണം, പിന്നെ ക്ഷണക്കത്തടിക്കണം, ക്ഷണക്കത്തിൽ ഇപ്രകാരമൊക്കെ എഴുതണം. അങ്ങനെ ക്ഷണിച്ച് വരുന്നവരൊക്കെ അവരെത്തിച്ചേരുന്ന പ്രേമത്തോടുകൂടി എല്ലാവരെയും ക്ഷണിച്ച് വരുത്തണം. അങ്ങനെ അവർ വരുന്നതിന് മുൻപ് തന്നെ അവർക്കൊക്കെ താമസിക്കാനുള്ള സൗകര്യങ്ങളും മറ്റു എല്ലാ സൗകര്യങ്ങളും ഒരുക്കി വെക്കണം എന്നാണ് പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. ഏവമാകാരണം തേഷാം കർത്തവ്യം വിനയേന ച ആഗന്തുകാനാം സർവേഷാം വാസസ്ഥാനാനി കൽപ്പയേത്. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ നന്മയും ഉണ്ടാകട്ടെ.